അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവിറ്റേഷൻസ് ആണ്. ഇൻവിറ്റേഷൻസ് എന്താണ് ഇൻവിറ്റേഷൻസ് എന്ന വാക്കിനർത്ഥം? ക്ഷണം, മലയാളത്തിൽ ക്ഷണം എന്ന്, ക്ഷണിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന എന്തിനാണ്? നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആഘോഷങ്ങളിൽ അവർ പങ്കാളിയാവാൻ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ക്ഷണിക്കുന്നത്. സോ ഓരോ തരത്തിലുള്ള ഇൻവിറ്റേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള ഇൻവിറ്റേഷൻ. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഇൻവിറ്റേഷൻ, അങ്ങനെ പലതും. സോ ഹിയർ I invite you to my house. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. I invite you to my house. എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. I invite you to my house. Next, I invite you to my wedding or marriage. ഞാൻ നിങ്ങളെ എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കുന്നു. I invite you to my wedding. എൻ്റെ കല്യാണത്തിന്, for my wedding, എൻ്റെ കല്യാണത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ കല്യാണത്തിലേക്ക്, to my wedding, I invite you. So the invitation ആണ് നമ്മൾ പറയുന്നത്. Invite എന്ന് പറയും. കുറച്ചും കൂടി പൊളൈറ്റ്നെസ് കാണിച്ചുകൊണ്ട്, മര്യാദ കാണിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ പറയുന്നു. സോ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രാഥമികമായിട്ട് നമ്മൾ പറയുന്നത് I invite you to my house and I invite you to my wedding and I invite you to my housewarming ceremony. For my housewarming ceremony, എൻ്റെ വീട്ടുകൂടൽ നമ്മൾ പറയുന്ന പോലെ എൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുതാമസത്തിന് ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെ ക്ഷണിക്കണം, നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇൻവൈറ്റ് എന്നുള്ള ഫോർമൽ കാര്യങ്ങൾ വെച്ചിട്ട്, പ്രാഥമികമായ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഉപയോഗിക്കും. ഇനി ഇൻവിറ്റേഷൻസ് മറ്റു പല രീതിയിലുള്ള ഇൻവിറ്റേഷൻസ് നമ്മൾ പറയുന്നു. ഐ ഇൻവൈറ്റ് യു. സോ ആക്ച്വലി അതിനു മുമ്പ് തന്നെ നമ്മളൊരാളെ ഇൻവിറ്റേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ യെസ് ഐ അക്സെപ്റ്റ് ഇറ്റ്, ഞാനത് സ്വീകരിച്ചു. എന്നാണ് പറയുന്നത്. ഐ അക്സെപ്റ്റ് ഇറ്റ്. സോ ഇനി ചില ആളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഐ കാൻറ്റ് അക്സെപ്റ്റ് ഓർ ഐ റിജക്റ്റഡ് ഇറ്റ്. ഞാനതിനെ നിരസിച്ചു. ഞാനതിനെ നിരസിക്കാം. ഐ ഡോണ്ട് വാണ്ട് യുവർ ഇൻവിറ്റേഷൻ, ഐ വിൽ നോട്ട് കം എന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. സ്വീകരിച്ചു. ഐ കാൻ കം ഓൺ സൺഡേ. നമുക്ക് പറയാം ആ സൺഡേയിൽ എനിക്ക് ചില അതർ പ്രോഗ്രാംസ് അത്, സോ ഐ കാൻ കം ഓൺ ദാറ്റ് ഡേ. എനിക്ക് ആ ദിവസം വരാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറയും. എനിക്ക് വരാൻ കഴിയില്ല. ഞായറാഴ്ച എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട്, എനിക്ക് ആ ഞായർ വരാൻ കഴിയില്ല. സോ അതർ പ്രോഗ്രാംസ് ആർ ദർ. സോ നെക്സ്റ്റ് ഐ കാൻറ്റ് കം ദർ. എനിക്ക് അവിടെ വരാനേ കഴിയില്ല. ഐ അക്സെപ്റ്റഡ് ഇറ്റ്, ഐ റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ഐ കാൻറ്റ് കം ഓൺ സൺഡേ. അതായത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. പിന്നെ പല രീതിയിലുള്ള കം വിത്ത് മീ. നമ്മൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിനോടൊക്കെ പറയുകയാണെങ്കിൽ കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. വിത്ത് മീ ടു മാർക്കറ്റ്. കം വിത്ത് മീ ടു മാർക്കറ്റ്.
ദയവായിട്ട് നീ എൻ്റെ കൂടെ വരൂ, മാർക്കറ്റിലേക്ക് നീ എൻ്റെ കൂടെ വരൂ എന്ന് പറയും. ചന്തയിലേക്ക് വരൂ, എൻ്റെ കൂടെ ചന്തയിലേക്ക് വരൂ, നമ്മൾ പറയുന്നല്ലേ, നമ്മൾ ചന്തയിലേക്ക് വരൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാം നമ്മൾ. സോ കം വിത്ത് മീ ടു മൈ മാർക്കറ്റ്, കം വിത്ത് മീ ടു മാർക്കറ്റ്. സോ നെക്സ്റ്റ്, പ്ലീസ് കം. നമ്മൾ പറയും പ്ലീസ് കം. ഇതൊക്കെ നമ്മൾ ഒരാളുകളെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ കൈൻഡ്ലി കം, കൈൻഡ്ലി ജോയിൻ വിത്ത് മീ, ജോയിൻ അസ് എന്നാണ്. കൈൻഡ്ലി ജോയിൻ വിത്ത് മീ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി പ്ലീസ് കം, കൈൻഡ്ലി കം ആൻഡ് ഐ അക്സെപ്റ്റഡ് ഇറ്റ്, ഐ റിജക്റ്റഡ് ഇറ്റ്, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഒരു പ്രൈമറി ഇൻവിറ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറി ഇൻവിറ്റേഷൻ വേറെയാണ്. ക്യാൻ യു അക്കംപനി, can you accompany Charthala or any other places? Thiruvananthapuram. Can you accompany Thiruvananthapuram? Yes. എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് വരുമോ? നിങ്ങൾ എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് വരുമോ? Can you accompany? എൻ്റെ കൂടെ വരാൻ പറ്റുമോ? നിങ്ങൾക്കെന്നെ എൻ്റെ കൂടെ എങ്ങനെ വരാൻ പറ്റുമോ? Can you adjust with me? സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അത് ഇൻഫോർമൽ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ can you adjust with me in my travel or on my travel? ഈ ട്രാവലിൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ ചെയ്യുമോ എന്നാണ്. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമോ എന്നാണ് ഒരു ചോദ്യം. മറ്റൊന്ന് നെക്സ്റ്റ്, ഹാവ് യു ഗോട്ട് മൈ ഇൻവിറ്റേഷൻ? എൻ്റെ കത്ത് കിട്ടിയോ നിങ്ങൾക്ക്? യെസ്, ഐ ഗോട്ട് ഇറ്റ് ബട്ട് ഐ കാൺട്ട് കം. യെസ്, ഹാവ് യു ഗോട്ട് മൈ ഇൻവിറ്റേഷൻ? Yes. I would like to invite you. കുറച്ചും കൂടി ഫോർമലായിട്ട് വരണം. So I would like to invite you. ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. So go to my party. എൻ്റെ പാർട്ടിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. So you come with me and you come. I would like to invite you to my party എന്നാണ് നമ്മുടെ ഫോം ആയിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. സോ ദ നെക്സ്റ്റ്, ഇൻവിറ്റേഷൻ ക്യാൻ ബി റിജക്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവിറ്റേഷൻ എന്ത് ചെയ്യാം, നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, നോ, പ്ലീസ് അവോയ്ഡ് മീ, എന്നെ ഒഴിവാക്കും, ഞാൻ ഐ ഡോണ്ട് ലൈക്ക് ടു കം വിത്ത് യു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ദെൻ we are telling you should come, certainly, of course. നിങ്ങൾ എന്തായാലും വരണം എന്നാണ്. നിങ്ങൾ തീർച്ചയായും വരണം. എന്ന് തന്നെയാണ്. You should, yes, then he will give the answer. I will try my level best. I will try my level best. എന്തായാലും ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും എന്നാണ്. I will try my level best. You should come, certainly. നിങ്ങൾ തീർച്ചയായും വരണം. ഞാൻ അതിനു വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ്.